Hello friends, Assalamu alaikum. Come on with me. Welcome back to Rimsha's Dreams World. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഉമ്മമാരെ കുട്ടിക്കാലത്തൊക്കെ അവർ സ്കൂൾ വിട്ട് ഉടനെ ഓടിപ്പോയി മേടിച്ചിരുന്ന ആ ഒരു മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു മിഠായി ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ഒന്നല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഉമ്മമാർക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും ആ ഒരു പഴയ കാലത്തെ ഓർമ്മയൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാനും ഒക്കെ പറ്റൂലേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. തുടർന്ന് വരുന്ന കുഞ്ഞു ബെല്ലൈക്കണൂടെ പ്ലസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ വെക്കാനും കൂടെ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഓരോ തവണ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. പാൽപ്പൊടി ഓപ്ഷണലാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പാൽ ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. പാലില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ പാൽപ്പൊടി ചേർത്തിട്ടുള്ളത്. എന്നിട്ടൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം സ്പൂൺ വെച്ചിട്ടായിരുന്നു മിക്സ് ചെയ്തത്. അപ്പോൾ ശരിയാവാത്തതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തു കേട്ടോ. ഇനി നമുക്കതിലേക്ക് ചൂടുള്ള വെള്ളം കുറച്ചായി ഒഴിച്ചിട്ട് ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. കൈപ്പൊള്ളാതിരിക്കാൻ ആദ്യം ഞാനൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കുറച്ച് ചേർത്ത് കുഴക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഓവറാവും. ഇപ്പം അതൊന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കുഴഞ്ഞ് കിട്ടിയതിന് ശേഷം അവസാനം 1/2 ടേബിൾ സ്പൂണൂടെ ഓയിൽ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം കടയിൽ നിന്ന് കിട്ടുന്ന അതേപോലത്തെ ഒരു ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏത് ഷേപ്പിലാണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യം ഒന്ന് റൗണ്ടിലൊന്ന് ഉരുട്ടിയതിന് ശേഷം ഒന്ന് കയ്യിൽ അങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഇതെല്ലതും ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനൊന്ന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പറ്റ ലോ ഫ്ലെയിമിലാവരുത്, എന്നാലും ഹൈ ഫ്ലെയിമിലാവരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അത് പുറമൊക്കെ ഒന്ന് കളറ് മാറിയിട്ട് ഉള്ളിൽ വേവാതെ ആവും. ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ മുഴുവനും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭാഗം ഒന്നിങ്ങനെ ആയി വരുമ്പോൾ തന്നെ ഒന്നിങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇടണം കേട്ടോ. ഒരു ഭാഗം ആവുന്നതിന് മുമ്പ് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയാൽ മതി. മറ്റേത് കയ്യിലെടുത്ത് ഇളക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, അരിപ്പൊടി ആയതുകൊണ്ട്. ഒന്നിങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഇളക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ടൊക്കെ ഒന്ന് കളറ് മാറി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വേണം കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു എണ്ണക്കോരിയിലേക്ക് ഞാനൊന്ന് മാറ്റി കൊടുക്കുവാണ്. ഇനി നമുക്കിത് ശർക്കരയൊക്കെ ഉരുക്കിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കാനൊക്കെ ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ മിഠായി നല്ല അടിപൊളി ടേസ്റ്റ് ആവുക. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കര ഇങ്ങനെ ഉരുക്കി ഇങ്ങനെ വരുന്നുണ്ട്. കല്ലുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരുകിയതിന് ശേഷം ഒന്ന് അരിച്ചിട്ട് ഒന്നുകൂടെ നൂൽപ്പരുവാക്കി എടുക്കുകയാണ് വേണ്ടത്. അതായത് നമ്മുടെ ഈ ഒരു ശർക്കര പാനിയുടെ കൺസിസ്റ്റൻസി ശരിയാവണം കേട്ടോ.
അതായത് ഒരു നൂൽപ്പരുവം, രണ്ട് കൈ ഇങ്ങനെ തമ്മിലൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു നൂല് പോലെ ആവുന്ന ഒരു പരുവത്തിലാണ് നമുക്ക് ശർക്കരപ്പാനി വേണ്ടത്. അപ്പോഴേ നമ്മുടെ മിഠായി നല്ല കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇത് നൂൽപ്പരുവായിട്ടുണ്ട്. ഇത് നമ്മുടെ ആ ഒരു നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അത് നമുക്കിതിലേക്കൊന്ന് ഇട്ടിട്ട് നല്ല പോലെ ആ ശർക്കരയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ആയതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് നമ്മളിത് പരസ്പരം ഒട്ടാത്ത രീതിയിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓവണിൽ ഒരു ട്രേയിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് പരസ്പരം ഒട്ടാതെ ഡിസ്റ്റൻസിൽ വെക്കാനും പറ്റും. നമ്മൾ വെക്കുന്ന പാത്രത്തിൽ നേരത്തെ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ തടവിയിരിക്കണം. എന്നുണ്ടെങ്കിൽ നമ്മുടെ അത് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ നമ്മളിതാ എല്ലാം പരസ്പരം ഒട്ടാത്ത രീതിയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാറ്റി എടുത്തതാണ്. അതായത് ഒരു 5 മിനിറ്റ് പുറത്തൊന്ന് അങ്ങനെ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചൂടാറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്നിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല, ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ഉറപ്പാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ താഴെ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കയറി നോക്കുക. അപ്പോൾ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.